ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ധനുഷ് അവന്തികയെക്കുറിച്ച് മൂർത്തിയോട് സംസാരിക്കുന്നതെല്ലാം ഫോണിലൂടെ അവന്തിക കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആണുങ്ങളല്ലേ മൂർത്തി, ഒരു പെണ്ണിൽ ഒതുങ്ങിക്കൂടാൻ പറ്റുമോ നമുക്ക്? പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർക്ക് അവന്തിക എൻ്റെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവളാണ്. സ്നേഹ അങ്ങനെയല്ല. സേതുമാധവൻ്റെ മരുമകനായി എന്നെ നെല്ലിശ്ശേരിയിൽ പാർപ്പിക്കാൻ സ്നേഹയ്ക്ക് കഴിയൂ. അവന്തികയ്ക്ക് അതിന് കഴിയില്ല. പുറത്തറിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെക്കുന്ന ബന്ധം പോരാ എനിക്ക് നെല്ലിശ്ശേരിയുമായിട്ട്. ഒപ്പം ചേർത്ത് നിർത്തുന്ന അവകാശിയായിട്ട് തന്നെ വേണം. അത് സാധ്യമാകേണ്ടത് സ്നേഹയിലൂടെയാണ്. അതിലേക്ക് ഞാൻ നടന്നടക്കുന്നതിലൂടെ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല, അവന്തിക പോലും എന്നും ധനുഷ് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്നത് ഒരു ഞെട്ടലോടെയും ദേഷ്യത്തോടെയും ഒക്കെ തന്നെയാണ് അവന്തിക. അത്രയും കേട്ടപാടെ ഫോൺ വെച്ചു. നീ പറഞ്ഞതിനൊന്നും നിന്നെ ഞാൻ സമ്മതിക്കില്ല ധനുഷ്. നിനക്ക് ഞാൻ മതി, ഞാൻ മാത്രം, എന്നൊക്കെ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് സന്ധ്യ അർച്ചനയും സച്ചിയും അവിടേക്ക് വിളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മൂന്നുപേരും സംസാരിച്ച് നിൽക്കുന്നു. എന്താ ഡോക്ടർ, എന്താണ് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണോ എന്ന് ചോദിക്കുന്നു. അതെ, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ തുടങ്ങാത്തത് നന്നായെന്ന്. അല്ലെങ്കിൽ ഈശ്വരനായിട്ടാവും ഇത്രയും നീട്ടി വെപ്പിച്ചത് എന്ന് സന്ധ്യ. ഡോക്ടർ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ സന്ധ്യ പറയുന്നുണ്ട്, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ചെന്നൈയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഏറ്റവും പേരുകേട്ട ഹോസ്പിറ്റൽ ചെന്നൈയിലുണ്ട്. സച്ചിയും അർച്ചനയും അവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ല ഡോക്ടർ, ഇതിപ്പോൾ കുറേ നാൾ അവിടെ നിൽക്കേണ്ടി വരില്ലേ? അതുമല്ല, നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണം. ഇവിടെയായിരുന്നോ നമുക്ക് കംഫർട്ടബിൾ? എല്ലാം ഓപ്പണായി സംസാരിക്കാനും ഡോക്ടർ തന്നെയാണ് നല്ലത് എന്നും സച്ചി പറയുന്നുണ്ട്. അതെ, ഡോക്ടർ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം നോക്കിയാൽ മതി. അറിഞ്ഞൂടാത്ത സ്ഥലവും ചുറ്റുപാടും ആളുകളും ഒക്കെ ആകുമ്പോൾ അത് ഞങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കും, അതാണ് എന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു. അർച്ചന പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ നിങ്ങളോട് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് 90% സാധ്യതയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ആകുമ്പോൾ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ട്രീറ്റ്മെൻറ്റിന് ശേഷം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാവണം ഈ യാത്രയിൽ സംഭവിക്കേണ്ടത്. അതല്ലാതെ എൻ്റെ ഒരു സോറിയിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ മണ്ണിട്ട് മൂടുന്നതാകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും പോകണം. അവിടെ ഒരു ഡോക്ടറുണ്ട്, എൻ്റെ പ്രൊഫസർ കൂടിയായിരുന്നു. കാര്യങ്ങൾ ഞാൻ മേഡത്തോട് അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊഫസർ എന്ന് പറയുമ്പോൾ എന്നേക്കാൾ മിടുക്കുള്ള ഡോക്ടറാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ കാര്യത്തിൽ നമ്മുടെ ഇവിടെ റിസ്ക് എടുക്കണ്ട. അർച്ചന ഒരു കാര്യത്തിനും ടെൻഷനാകണ്ട. ആവശ്യം ഇതാവുമ്പോൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സാഹചര്യവുമായി അർച്ചന എത്രയും പെട്ടെന്ന് പൊരുത്തപ്പെട്ടോളും. നിങ്ങൾക്ക് ഗുണമുള്ളതേ ഞാൻ ചെയ്യൂ. അത് നിങ്ങൾക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ ആഗ്രഹം നടക്കുകയും ചെയ്യുമെന്ന് സന്ധ്യ പറയുന്നുണ്ട്. അർച്ചന, ഒരു 2 മിനിറ്റ് കാറിലേക്ക് ഇരിക്കാമോ? ഞാൻ സച്ചിയോട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് സന്ധ്യ. ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു. എന്താ ഡോക്ടർ, മറ്റ് പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ അർച്ചനയ്ക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. സച്ചി വേണം അർച്ചനയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. നിങ്ങൾക്കൊരു കുഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങളെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ യാത്ര കൊണ്ട് അതിനൊരു പരിഹാരമുണ്ടാകും. ഡോക്ടർ അമല മേഡത്തിന് എനിക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട്. ഇപ്പോഴും 100% ഉറപ്പ്. ഡോക്ടർ പറയാത്ത സ്ഥിതിക്ക് ആ ഒരു ടെൻഷനേ എനിക്കുള്ളൂ. ഈ ഒരു സാധ്യത കൂടി അടഞ്ഞാൽ എൻ്റെയും അർച്ചനയുടെയും ജീവിതം ഇരുട്ടിലാകും. ആ കാര്യം ഉറപ്പാണ്. അതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ പേടിയെന്ന് സച്ചി പറയുന്നുണ്ട്. ആ പേടിക്കുള്ള മറുപടി പറയാൻ കൂടിയാണ് ഞാൻ അർച്ചനയോട് കാറിലിരിക്കാൻ പറഞ്ഞത്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് മാറി നിന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, സച്ചി ഭയക്കുന്നത് പോലെ ഈശ്വരൻ നിങ്ങളെ മൊത്തത്തിൽ കൈവിട്ടാൽ, അങ്ങനെ വന്നാൽ മാത്രം നിങ്ങൾക്ക് ഒരു അഡോപ്ഷനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. ആതിരയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്ന അർച്ചനയ്ക്ക് പ്രസവിച്ചില്ലെങ്കിലും മറ്റൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പൂർണ്ണമായും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഇത് മറ്റാരെയും അറിയിക്കേണ്ട. നിങ്ങൾ അവിടെ ആയതുകൊണ്ട് ഇവിടെ മറ്റാരും ഇത് അറിയാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യും. കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് ആരെയും അറിയിക്കാതെ അർച്ചന പ്രസവിച്ച കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് ഇവിടെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും സാധിക്കും. അതിന് നിങ്ങൾ ഇവിടുന്ന് മാറി നിന്നേ സാധിക്കൂ. അഡോപ്ഷനെ കുറിച്ച് അർച്ചനയോട് പറയുമ്പോൾ എല്ലാം പറയേണ്ടി വരില്ലേ ഡോക്ടർ? അപ്പോൾ പിന്നെ ഈ ചെയ്തത് വെറുതെ ആകില്ലേ എന്ന് സച്ചി. അതിനെക്കുറിച്ച് ഓർത്ത് സച്ചി വിഷമിക്കേണ്ട. അതിനുള്ള എല്ലാ ഏർപ്പാടും അമല മേഡം ചെയ്തോളും.
സച്ചി നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് സന്ധ്യ. ഞാൻ അർച്ചനയുമായി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് സംസാരിക്കാമെന്ന് സച്ചി പറയുന്നുണ്ട്. ശരിയെന്ന് സന്ധ്യയും. അങ്ങനെ സച്ചി ഇപ്പോൾ അർച്ചനയോട് സംസാരിക്കാൻ പോകുന്നു. സന്ധ്യ മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര എന്നോട് ക്ഷമിക്കണം, ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം സച്ചിയുടെയും അർച്ചനയുടെയും ട്രീറ്റ്മെൻ്റ് അല്ല, എന്നെ വിധവയാക്കിയവനെ തീർക്കലാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരെ ഒഴിവാക്കുന്നത്. ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അവന്തിക വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ്. ധനുഷ് പറഞ്ഞതിനെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. സ്നേഹ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സേതു നീ എവിടേക്കാണെന്ന് ചോദിക്കുന്നു. ഞാനൊന്ന് പുറത്തു പോവുകയാണെന്ന് സ്നേഹ പറയുന്നു. ഇത് അവന്തിക കേൾക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഞാനൊന്ന് പുറത്ത് പോയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പാർക്കിലേക്ക് പോയി തിരിച്ചു വരാച്ചാ എന്ന് സ്നേഹ പറയുന്നു. സന്ധ്യയ്ക്ക് മുന്നേ എത്തണമെന്ന് സേതു ശരിയെന്ന് പറഞ്ഞ് സ്നേഹ പോവുകയാണ്. തുടർന്ന് സച്ചിയും അർച്ചനയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സന്ധ്യ പറഞ്ഞ കാര്യം സച്ചി ആലോചിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല എന്ന് സച്ചി. അത് കള്ളം, സച്ചിയേട്ടൻ പരിസരം മറന്ന് ആലോചിക്കുകയായിരുന്നു. അതല്ലേ വീട്ടിലേക്ക് തിരിയുന്ന റോഡ് തിരിയാതെ നമ്മളിപ്പോൾ ഈ വഴിയെ പോകുന്നത് എൻ്റെ അർച്ചന. അതുപോലും സച്ചി ശ്രദ്ധിച്ചില്ലായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോഴാണ് സച്ചിയേട്ടൻ അതിനെപ്പറ്റി ഓർക്കുന്നത് പോലും എന്ന് അർച്ചന പറയുന്നുണ്ട്. വീണ്ടും സച്ചി ആ ചിന്തയിൽ. എന്തായാലും ഇനി ചുറ്റി വീട്ടിലെത്താൻ പറ്റൂ. അപ്പോൾ സച്ചിയേട്ടൻ ആലോചിച്ച കാര്യം പറയുന്നു. അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ മറ്റൊന്നുമല്ല, ഓഫീസിലെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. അർച്ചന പറയുന്നു, നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന കാര്യം എങ്ങനെയാണ് സച്ചിയേട്ടാ ഓഫീസിലെ കാര്യമാവുന്നത്? ഡോക്ടർ പറഞ്ഞ കാര്യത്തെപ്പറ്റി സച്ചിയേട്ടൻ ആലോചിക്കായിരുന്നോ? എനിക്കറിയാം, അതായിരുന്നു. എന്നെ മാറ്റി നിർത്തിയിട്ട് ഡോക്ടർ എന്താ സച്ചിയേട്ടനോട് പറയുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു, തന്നെ മാറ്റി നിർത്തിയിട്ട് പറയേണ്ട കാര്യമായതുകൊണ്ടല്ലേ തന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞത്? സച്ചിയേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണോ ഡോക്ടർ പറഞ്ഞത് എന്ന് അർച്ചന ചോദിച്ചു. എനിക്ക് മനസ്സിലായതാണ്. ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നല്ലേ ഡോക്ടർ ഇപ്പോഴും പറയുന്നത്? അതിന് മാറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ എന്ന് അർച്ചന. അതിന് മാറ്റമൊന്നും പറഞ്ഞില്ലെന്ന് സച്ചി. ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ ഉറപ്പായിട്ടും ആകും, പക്ഷേ അതിന് നമ്മൾ 2-3 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് സച്ചി. 3 വർഷമോ? ഇനിയും അത്രയും വർഷം താമസിക്കുമോ സച്ചിയേട്ടാ എന്ന് അർച്ചന ടെൻഷനോട് ചോദിക്കുന്നു. നമുക്ക് ഈശ്വരൻ തരുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതല്ലേ. അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് സച്ചി. എങ്കിലും ഇനി 3 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കാലാവധിയായിപ്പോ എന്ന് അർച്ചന പറയുന്നു. എനിക്കത് കേട്ടാൽ വിഷമാവുമെന്ന് ഡോക്ടർക്കറിയാം, അതുകൊണ്ടാണ് എന്നോട് ഡോക്ടർ മാറി നിൽക്കാൻ പറഞ്ഞത്. ഇത് കഷ്ടമാണോ എന്തോ എനിക്ക് അർച്ചന. വീണ്ടും സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് അത്രയും വർഷം കാത്തിരിക്കണോ? ഡോക്ടർ ഉറപ്പ് പറഞ്ഞെങ്കിലും 3 വർഷത്തോളം വെയിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇനിയും നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് വരാൻ നമ്മളായിട്ട് വൈകിപ്പിക്കണോ എന്ന് സച്ചി ചോദിച്ചു. കാത്തിരിക്കല്ലാതെ എന്ത് നിവൃത്തിയാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് അർച്ചന. നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വന്നാൽ നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ഒരു മാറ്റമുണ്ടാകും. സന്ദീപിൻ്റെ മോളുടെ കാര്യം തന്നെ കണ്ടില്ലേ? ആ കുഞ്ഞ് കാരണം എൻ്റെയും ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നോ, ഇതും അതുപോലെയുള്ളൂ എന്നൊക്കെ സച്ചി പറയുന്നു. അത് സന്ധ്യ ഡോക്ടർ പറഞ്ഞിട്ട് ചോദിച്ചതല്ല കേട്ടോ, എനിക്ക് തന്നെ തോന്നിയതാണെന്ന് സച്ചി. സന്ധ്യ ഡോക്ടർ ചോദിച്ചതല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു തവണ ഡോക്ടർ എന്നോട് ഇത് സൂചിപ്പിച്ചതാണ്. അന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞ മറുപടി തന്നെ സച്ചിയേട്ടനോടും പറയാം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ആതിരയുടെ മോളെ സ്നേഹിക്കുന്ന അത്രയും എനിക്ക് ചിലപ്പോൾ അതിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു വല്ലാത്ത ക്രൂരതയാകി പോകും. സച്ചിയേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ആ കുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന്? അതിനേക്കാൾ മാറ്റങ്ങൾ വരും നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ കാത്തിരിപ്പിൻ്റെ കാര്യം നിരാശയോടെ പറഞ്ഞപ്പോൾ സച്ചിയേട്ടനെ തോന്നലാണെന്ന്. സച്ചിയേട്ടൻ അത് ഓർക്കാതിരിക്കുവാണെങ്കിൽ ഇനി ഓർക്കണ്ട, എന്നോട് പറയുകയും വേണ്ട. 3-4 എത്രയോ കൊല്ലം വേണമെങ്കിലും അർച്ചന കാത്തിരുന്നോളാം. അർച്ചനയ്ക്ക് സച്ചിയുടെ കുഞ്ഞിനെ പ്രസവിച്ചാൽ മതിയെന്ന് അർച്ചന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സച്ചി അർച്ചനയെ നോക്കുന്നു. ഞാൻ വയറ്റിൽ ചുമന്നും വേദന അറിഞ്ഞ് മാത്രമേ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരാകൂ എന്ന ഒരു പുഞ്ചിരിയോടെ അർച്ചന പറയുമ്പോൾ വിഷമത്തോടെ അർച്ചനയെ നോക്കുകയാണ് സച്ചി. കുറച്ച് പോയ സമയം സച്ചിയോട് അർച്ചന പറയുന്നു, വണ്ടി ഒന്ന് നിർത്താൻ. സ്നേഹയല്ലേ അത് എന്ന് പറയുന്നു. അതേ, സ്നേഹയാണെന്ന് സച്ചിയും. അവളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. സ്നേഹ ധനുഷിനെ കാണാൻ വേണ്ടി പോകുന്നതാ സച്ചിയേട്ടാ, എനിക്കത് ഉറപ്പാണ് എന്ന് അർച്ചന പറയുമ്പോൾ എന്നാ അവളെ ഞാൻ എന്ന് പറഞ്ഞ് സ്നേഹയ്ക്ക് പിന്നാലെ പോവുകയാണ് സച്ചി. ഒരു ഓട്ടോയിലാണ് സ്നേഹ ധനുഷിൻ്റെ അരികിലേക്ക് പോകുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെയുണ്ട് സച്ചിയും അർച്ചനയും. എന്നാൽ കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും സ്നേഹ പോയ വഴി അർച്ചനയും സച്ചിയും കാണുന്നില്ല. ഓട്ടോ മിസ്സായല്ലോ എന്ന് സച്ചി. നമുക്ക് കുറച്ചു ദൂരം കൂടി പോയി നോക്കാമെന്ന് അർച്ചന. ശേഷം കാണിക്കുന്നത് ധനുഷിൻ്റെ വീട്ടിൽ സ്നേഹ എത്തിയിരിക്കുന്നു. 2 പേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്.
താൻ ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയായില്ല. ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമായില്ലേ എന്ന് ധനുഷ്. എൻ്റെ പ്രശ്നമാകാൻ ഞാൻ നിന്നെ കാണാൻ വരുന്നതിന് ഇവിടെ ആർക്ക് പ്രശ്നം? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയുന്നു. സ്നേഹ പറയുന്നു. എനിക്ക് എന്ത് പ്രശ്നം? നിന്നെ കാണുന്നതും നിന്നോട് സംസാരിക്കുന്നതും എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? പിന്നെയും എന്തെങ്കിലും വഴക്കുണ്ടായാൽ നിന്നെ ഒരിക്കലും അവരെനിക്ക് തരില്ല. ആ ഒരു പേടിയേ ഉള്ളൂ എനിക്ക് എന്ന് ധനുഷ് പറയുന്നുണ്ട്. എന്തിനാ ധനുഷ് നമുക്ക് എല്ലാവരുടെയും സമ്മതം? നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. അതുകൂടി പറയാനാണ് ഞാൻ നിന്നെ കാണാനെത്തിയത്. എനിക്ക് ഇനി ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാം. ഇന്ന് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത്. പക്ഷേ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അവരാരും നമ്മുടെ ബന്ധത്തിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ വീട്ടിൽ കാത്തിരിക്കുന്നതുമില്ല. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ലെന്ന് സ്നേഹ പറയുമ്പോൾ ഞെട്ടലോടെ സ്നേഹയെ നോക്കുകയാണ് ധനുഷ്. ഇനി നമുക്ക് ഇവിടെ തന്നെ ഒരുമിച്ച് താമസിക്കാം. നാളെയോ മറ്റന്നാളോ അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ അല്ലെങ്കിൽ എവിടെ വെച്ചാലും ശരി. എനിക്ക് വേണ്ടി ധനുഷ് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ താലിമാല എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നാൽ മതി. എന്താ ധനുഷിന് പറ്റില്ല എന്ന് ചോദിക്കുന്നു. പറ്റുമെന്ന് ധനുഷും. എൻ്റെ കൂടെ ഇറങ്ങി വന്ന നിമിഷം തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കൂടെ പാർപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാനത് ചെയ്യാതിരുന്നത്. അവിടെ ആരുടെയും മനസ്സ് വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ചിന്തിക്കാനും മാത്രം ആ വീട്ടിലെ ആരും എൻ്റെ ആരുമല്ല. പക്ഷേ അച്ഛനും ഏട്ടനും ഏട്ടത്തിമാരായാലും ഞാൻ എല്ലാവരെയും കണ്ടുപോയി. അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതൊന്നും ചെയ്യാൻ എനിക്കാവാതെ പോയി. അത് എൻ്റെ തെറ്റാണ്. തൻ്റെ വീട്ടുകാരെ തന്നെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. ആലോചിക്ക്. ഈ സമയം അല്പം മാറി നിന്ന് ധനുഷിന്റെ കണ്ണിൽ പെടാതെ മൂർത്തി അവന്തികയെ വിളിച്ചു. ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് മൂർത്തി പറയുന്നു. ഗസ്റ്റോ? ആര് എന്ന് അവന്തിക. നെല്ലിശ്ശേരിയിൽ നിന്ന് വന്നതാണ് എന്ന് മൂർത്തി. പേര് സ്നേഹ എന്ന് പറയുമ്പോൾ അവന്തികയും ഞെട്ടിത്തന്നെ നിൽക്കുന്നു. ഞാൻ തടയാൻ നോക്കി, പക്ഷേ നടന്നില്ല. എന്നെ കണ്ടാൽ അന്നത്തെ സംഭവം വെച്ച് മനസ്സിലാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ എന്നെ മനസ്സിലായിട്ടില്ലെന്ന് മൂർത്തി. അവൾ ധനുഷിനെ കണ്ടോ എന്ന് അവന്തിക. കണ്ടു. രണ്ടുപേരും ഇവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നേരെ ഒരു ചാട്ടം. ഇനി തിരികെ വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാണ് അവൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വേഗം ചെയ്തോ എന്ന് മൂർത്തി. അത്രയും പറഞ്ഞ് മൂർത്തി ഫോൺ വെച്ചു. അവൻ്റെക്ക് ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.